യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവും ഇസ്രായേൽ ചരിത്രവും പഴയ നിയമ പ്രവാചകന്മാരും 230 ഭാഗത്തേക്ക് ഏവരെയും പ്രാർത്ഥനയോടെ ക്ഷണിച്ചുകൊള്ളുന്നു. ഇന്ന് നാം ചിന്തിക്കുന്നത് ആമോസ് എന്ന പ്രവാചകനാണ്. 7ാമത്തെ പ്രവാചകനും ചെറിയ പ്രവാചകന്മാരിൽ 3ാമത്തെ ആളാണ് ആമോസ്. ആമോസ് യോനയുടെയും ഹോശയുടെയും സമകാലികനായിരുന്നു. ആമോസ് തന്റെ അനുഭവ സാക്ഷ്യം പറയുന്നുണ്ട്. 7ാം അധ്യായം 14ാമത്തെ വാക്യം, ഞാൻ പ്രവാചകനല്ല, പ്രവാചക ശിഷ്യനുമല്ല എന്ന് പറഞ്ഞാൽ ഈ പ്രവചന കാര്യങ്ങളിൽ എനിക്ക് അറിവില്ല, എനിക്ക് കേട്ടുകയുമില്ല, എനിക്ക് ബന്ധമില്ല. എന്റെ ജോലി എന്ന് പറയുന്നത് കാട്ടത്തിപ്പഴം പിറക്കി നടക്കുന്നവനാണ് എന്ന് പറഞ്ഞാൽ ഒരു പാവപ്പെട്ടവനാണ്, ഒരു ഒന്നുമില്ലാത്തവനാണ്. ആമോസ് ഒരു പാവപ്പെട്ട കുടുംബത്തിൽ വളർന്നവനാണ്. കാട്ടത്തിപ്പഴം പിറക്കി നടക്കുക എന്ന് പറഞ്ഞാൽ നാം വിചാരിക്കുന്ന പോലെ കാട്ടത്തിയായിരിക്കുന്ന വേറൊരു അത്തിയുടെ ഫലമായിട്ട് അല്ല. ഞാൻ പല പുസ്തകങ്ങളൊക്കെ ഞാൻ വായിച്ചപ്പോൾ എനിക്ക് കിട്ടിയതായ ഒരു ആശയം ഇതാണ്. ഇസ്രായേലിന്റെ അത്തിപ്പഴം താഴെ വീണാലേ അവരതെടുത്ത് മാർക്കറ്റിൽ കൊണ്ടുപോയി. അവർക്കൊരു നിയമമുണ്ട്. താഴെ വീട് കിടക്കുന്നതൊക്കെ പാവപ്പെട്ട ആളുകൾ അത് പെറുക്കിക്കൊണ്ടുപോകും. ചിലപ്പോൾ ഉപജീവന മാർഗമായിരിക്കാം, എന്തെങ്കിലും ആയിരിക്കാം. അങ്ങനത്തെ ഒരു പാവപ്പെട്ട കുടുംബത്തിലെ ഉള്ള വ്യക്തിയായിരുന്നു ആമോസ്. തന്റെ അനുഭവം പറയുന്നതിനകത്ത് നാണക്കേടില്ല. ചിലരുണ്ടല്ലോ അവരനുഭവങ്ങൾ പറയുന്നത് അനുഭവമായിട്ട് ബന്ധമില്ലാത്ത ഒത്തിരി ആളുകളുണ്ട്. പുള്ളി ഒറിജിനൽ കാര്യമാണ് പറയുന്നത്. അതാണ് ഒരു നല്ലൊരു ദൈവദാസന്റെ ഗുണം. അടുത്ത പറയുന്നത് വല്ലവന്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്ന ഒരു ആട്ടിടയും കൂടെ ആയിരുന്നു. ഈ ആട്ടിടയൻ എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൽ വലിയ വിലയുള്ള ഒരാളല്ല. അതിനെക്കാട്ടും താഴ്ന്ന ജോലിയാണ് കാട്ടത്തിപ്പഴം പറക്കി നടക്കുന്ന ഒരാളെ. തന്റെ അവസ്ഥ ജനത്തിന് മുമ്പ് വിളിച്ചു പറയാണ്. താൻ അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന വേളയിൽ 7ാം അധ്യായം 15ാമത്തെ വാക്യം, അവിടെ പ്രത്യേക ഒരു വാക്ക് പറയുന്നത്, യഹോവ എന്നെ പിടിച്ചു. വിളിച്ചു എന്നതിനെക്കാട്ടിലും ഒരു പ്രത്യേകതരമാണ് തന്നെ പിടിച്ചു. എന്നിട്ട് ഒന്നും അറിയാൻ വയ്യാത്ത ആമോസിന് പറയുന്നു, നീ ഇസ്രായേലിനോട് പ്രവചിക്ക. പ്രവചനങ്ങളെ അറിവില്ല, ജനത്തിനു മുമ്പിൽ അംഗീകാരമില്ല, ഒരു പാവപ്പെട്ടവനാണ്. എന്നാൽ നമ്മൾ ദൈവം പറയുന്നു, നീ ഇസ്രായേലിൽ ചെന്ന് പ്രവചിക്കുക. ദൈവം ഒരാളെ വിളിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, അവൻ എന്ത് ശുശ്രൂഷയാണ് ഏൽപ്പിച്ചിരിക്കുന്നതെന്നും ആ ശുശ്രൂഷ ദൈവം അവന് കൊടുക്കും. ദൈവം അവനെ കണ്ടു കഴിഞ്ഞാൽ ഇന്ന ശുശ്രൂഷ അവനെ ഏൽപ്പിച്ചാൽ അത് അവന് ഉപയോഗപ്രദമാകും, അവൻ അതിനുവേണ്ടി പ്രവർത്തിക്കുമെന്ന് ദൈവത്തിന് അറിയാവുന്നതുകൊണ്ട് ഇദ്ദേഹത്തെ ഒരു പ്രവാചകനാക്കി ദൈവം പിടിച്ചു. ഇതിനകത്ത് ഒരു കാര്യം മനസ്സിലാക്കണം. ഇവിടെ ഒരുപാട് പല ശുശ്രൂഷകളൊക്കെ ഉണ്ട്. ഉദാഹരണമായിട്ട് ദൈവം ഒരാളെ പാസ്റ്ററായിട്ടാണ് വേലയ്ക്ക് വിളിച്ചിരിക്കുന്നത്. ആ ജോലി വിശ്വസ്തയോടെ ചെയ്യണം. ഏൽപ്പിക്കാത്ത ജോലി ചെയ്യുമ്പോഴാണ് നമ്മുടെ കയ്യിലുള്ളതും പോയി, നമ്മൾ ചെയ്യാനുള്ളതും പോയി, ഒരു പരാജിതനായി അവസാനിക്കുന്നത്. ദൈവം ഒരു ചെറിയ ജോലിയാണെങ്കിലും സത്യസന്ധതയോടെ ചെയ്താൽ അവിടെ നമുക്ക് ദൈവം അനുഗ്രഹിക്കും എന്നും കൂടെ ഓർപ്പിച്ചുകൊള്ളുന്നു. ആമോസെ പ്രവചിച്ചപ്പോൾ അമസിയ രാജാവിനെ
ഭയങ്കര ദേഷ്യമായി. അവരോട് പറഞ്ഞു, നീ ഇവിടെ പൊക്കോളം പറഞ്ഞു, നീ ഇവിടെ നിൽക്കാൻ പാടില്ല. ഒരു പ്രത്യേക വാക്ക പറഞ്ഞത്, എടൂ ദർശക, നീ ഇവിടെ നിന്നും യഹൂദ രാജ്യത്തിലേക്ക് ഓടിക്കൊള്ളുക, അവിടെ പോയിട്ട് നീ അഹോവൃത്തി കൊള്ളുക എന്ന് പറഞ്ഞാൽ ഒരു വയറ്റിപ്പിഴപ്പ്, നമ്മുടെ നാട്ടിലെ ഭാഷയാണ്. ഒരു ഉപജീവന മാർഗമായിട്ടാണ് അമസ്യ രാജാവ് ഈ പ്രവാചകനെ ആമോസിനെ ഒരു വിലയില്ലാത്ത നിന്റെ അഹോവൃത്തി കഴിക്കാൻ അവിടെങ്ങാനും പോയിക്കൊള്ളാൻ പറഞ്ഞു. പക്ഷെ ഒരു കാര്യം, പ്രവാചകൻ പോയില്ല. പ്രവാചകനും ദൈവവുമായിട്ട് വലിയ ബന്ധമാണ്. അതിനിടയ്ക്ക് രാജാവല്ല മഹാരാജാവ് നോക്കിയാൽ അവന്റെ ശുശ്രൂഷ കളയാൻ പറ്റത്തില്ല. ചില ആളുകൾ പറയാറുണ്ട്, ഇന്നയാൾ മുഖേനയാണ് എന്റെ ശുശ്രൂഷയ്ക്ക് പരാജയം ഉണ്ടായത്. ഒരു കാര്യം, ആ ദൈവത്താലുള്ള ശുശ്രൂഷ അല്ലായിരുന്നു. സ്വന്തം ഇട്ട ശുശ്രൂഷയായപ്പോൾ അതിന് എതിർപ്പ് വന്നപ്പോൾ മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ അദ്ദേഹം പ്രവചനത്തിൽ നിന്നൊന്നും പുറകോട്ട് പോയില്ല. തന്നോടിങ്ങനെ അപമാനിച്ച് പറഞ്ഞപ്പോൾ ഒരുപാട് ദർശനം കണ്ടതിലെ ഒരു 5 എണ്ണം മാത്രം ഞാൻ പറയാൻ താല്പര്യപ്പെടുന്നു. ഒന്നാമത്തെ ദർശനം കാണുന്നത്, അദ്ദേഹം വിളിച്ചു പറയുന്നു, വെട്ടിക്കിളിയാൽ ദേശം നശിച്ചു പോകും. 7-ാം അധ്യായം 1-ാമത്തെ വാക്യം മുതൽ 3-ാമത്തെ വാക്യം വരെയും. രണ്ടാമത്തെ ദർശനം എന്ന് പറയുമ്പോൾ ദർശനം ഇത്, ദഹിപ്പിക്കുന്ന അഗ്നിത വരുന്നു. 7-ാം അധ്യായം 4-ാമത്തെ വാക്യം മുതൽ 6-ാമത്തെ വാക്യം വരെയും. അടുത്ത 3-ാമത്തേത് ദർശനം കാണുന്നു, ഒരു തൂക്കുകെട്ട. ഇതെല്ലാം നമുക്ക് വ്യാഖ്യാനിക്കാനേ ഉള്ളല്ലോ. ഇസ്രായേലി നിന്നെ തൂക്കി നോക്കി നീ കുറവുള്ളതിനായി കാണുന്നു, തൂക്കുകെട്ട. 4-ാമത്തേത് ഇതാ കാണുന്ന ദർശനം കാണുന്നത് പഴുത്ത പഴക്കൊട്ടയുടെ ദർശനം എന്ന് പറഞ്ഞ ഇസ്രായേൽ മുഴുവൻ ആകെ പാകം കഴിഞ്ഞുപോയി. ഇനി ഒന്നിനും കൊള്ളാത്ത ഇസ്രായേലായി മാറിയിരിക്കുകയാണ്. 8-ാം അധ്യായം 1-ാമത്തെ വാക്യം മുതൽ 4-ാമത്തെ വാക്യം വരെയും. 5-ാമത്തേത് അദ്ദേഹം വിളിച്ചു പറയുന്ന ഇപ്രകാരമാണ്, ദൈവം വിധിക്കുന്ന ദർശനം, ന്യായം വിധിക്കുന്ന ദർശനം. ദൈവം നമ്പുരാൻ വലിയൊരു ന്യായവിധി അയക്കാൻ പോവുകയാണ്. അവിടെ മനം തിരിയുക. 9-ാം അധ്യായത്തിന് 1-ാമത്തെ വാക്യം 10-ാമത്തെ വാക്യം വരെയും നോക്കിക്കോണം. പ്രവാചകനെ ഓടിക്കാൻ നോക്കിയെങ്കിലും പ്രവാചകൻ ഓടിപ്പോകാതെ ആ ദർശനങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞ പ്രവാചകൻ. ആമോസിനെ പറ്റി ധാരാളം കാര്യം പറയാനുണ്ടെങ്കിലും സമയത്തിന്റെ ചുരുക്കം കൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. എന്നാൽ ആമോസ് എന്ന പ്രവാചകൻ പരാജയപ്പെട്ട പ്രവാചകനല്ല. ഏറ്റവും താഴെ കടന്ന സ്ഥാനത്ത് നിന്നും ദൈവം ഒരു വലിയ പ്രവാചകനായി ഉയർത്തിയതുപോലെ നമ്മുടെ സ്ഥാനങ്ങളോ മാനങ്ങളോ നമ്മുടെ യോഗ്യതകളോ അയോഗ്യതകളോ കാണാതെ ദൈവം നമ്മെ പിടിച്ചാൽ ദൈവത്തിന് പിന്നാലെ യാത്ര ചെയ്യൂ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഭാരതത്തിനോട് പ്രാർത്ഥിക്കുക. നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. ഇന്ന് മധ്യപൂർവ്വ പ്രദേശം നടക്കുന്ന യുദ്ധങ്ങൾ വിളിച്ചു പറയുന്നു. പ്രവചനങ്ങൾ ധാരാളം ഉണ്ടെങ്കിലും ഞാനിതിന് സമയമെടുക്കുന്നില്ല. ഇതാ ഇസ്രായേൽ ശക്തിയോടെ ജീവിക്കുന്നു. യേശു വരുന്നു. ഭാരതം ഒരു വലിയ ഉണർവിലേക്ക് വരുന്നു. അംഗങ്ങളാകുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കും.